2026 ഇൻലാൻഡ്സ് തിയേറ്റർ അവാർഡ് നേടി മലയാളിയായ രേവതിമോൾ. എറണാകുളം നെച്ചൂർ സ്വദേശിയാണ് രേവതിമോള്. അഭിനയം, അവതരണം, സംവിധാനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ്. നേരത്തെ കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ്, സ്കൂൾ ഓഫ് ഡ്രാമ, IFTS ഫെലോഷിപ്പ് എന്നിവ നേടിയിട്ടുണ്ട്. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത ടാക്സിക്കാരും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണുക, ഏകീകൃത നിരക്ക് നടപ്പിലാക്കുക, തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള സവാരി ഓൺലൈൻ ടാക്സി ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി തമ്പാനൂരിൽ സമാപിച്ചു. നിയമവിരുദ്ധമായാണ് സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ പ്രവർത്തിക്കുന്നതെന്ന നിലപാട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പ്രതിഷേധിച്ചത്. ടാക്സി ഡ്രൈവർമാരുണ്ടല്ലോ, നമ്മുടെ ചേട്ടന്മാര്, പരമ്പരാഗത ചേട്ടന്മാർ ഉടനെ അരയും തലയും മുറുക്കി നേതാക്കന്മാരെല്ലാം പുറത്തിറങ്ങി ഒത്തിലളിച്ച ആളുകളൊക്കെ ഈ മന്ത്രിയുടെ ബലത്തില് TV ചാനലുകളുടെ മുമ്പിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് ചാനലുകളിലും അവർ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ തടയും. എന്ത് അധികാരമുണ്ട് ഇവർക്ക് പറയാൻ? ആർട്ടിക്കിൾ 19 ഭരണഘടന ഞങ്ങൾക്ക് ഇവിടെ നൽകുന്ന അവകാശമാണ്. ഇവിടെ തൊഴിലെടുക്കാൻ അതിനെ തടയാൻ ഒരു മന്ത്രിക്കും ഒരു സർക്കാരിന് സാധ്യമല്ല. കാരണം ഇതെല്ലാം ഭരണഘടനയ്ക്ക് താഴെയാണ് സാർ. ഭരണഘടനയ്ക്ക് താഴെയാണ് മന്ത്രി, ഭരണഘടനയ്ക്ക് താഴെയാണ് മന്ത്രിസഭ. നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ നെട്ടോട്ടം ഓടുമ്പോ നമ്മളെ പുറത്തടിക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സർക്കാർ കൂട്ടുനിൽക്കരുതെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. മലപ്പുറം മാമരമ്പലത്ത് മോഷണം നടത്തി മുങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടി. കാളത്തതുറ സ്വദേശി ജിത്തുവാണ് പിടിയിലായത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നുമാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ പുല്ലൂറ്റ് പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പ്രദേശത്ത് നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടുന്ന രണ്ടാമത്തെ മലമ്പാമ്പാണിത്. സാമൂഹിക പ്രവർത്തകരുടെയും റെസ്ക്യൂ സേനാംഗങ്ങളുടെയും സഹായത്തോടെയാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ ഫോറസ്റ്റ് അധികാരികൾക്ക് കൈമാറി. മലപ്പുറം എടവണ്ണ VHS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗോഡൌണിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സ്ഥാപനത്തിലെ ജീവനക്കാർ ബോക്സുകൾ അടക്കി വെക്കുന്നതിനിടെയാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്ഥാപന ഉടമ എടവണ്ണ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിനെ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. തിരുവനന്തപുരം പാറശാലയിൽ കനത്ത മഴയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല. പരിശുവയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ 12 അടി പൊക്കമുള്ള സ്കൂൾ മതിലാണ് തകർന്നത്. മതിലിനോട് ചേർന്ന പുതിയ 2 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപകടം. മതിലിടിഞ്ഞ സമീപത്തെ ട്രാൻസ്ഫോമറും തകർന്നു. ഗവൺമെന്റ് LPS പരിശീലിക്കൽ സ്കൂളിലെ പുതിയ ബിൽഡിങ്ങിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. 1.5 മണിക്കൂറോളം നിന്ന് പെയ്ത മഴയിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള മതിൽ ഇടിഞ്ഞ് വീഴുന്ന് ട്രാൻസ്ഫോമറിൻ്റെ പുറത്തൂടെ വീഴുന്ന് അങ്ങനെ ആകപ്പാടെ ഒരു ശോചനീയ അവസ്ഥയിലാണ്. ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഏത് നിമിഷവും നിലംപൊത്താനുള്ള ഒരു സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത്. ഈ പഞ്ചായത്തിൽ നിന്നുള്ള ഈ സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാരെന്നുള്ള സ്ഥിതിക്ക്.